ഭാര്യയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. മൃതദേഹത്തിനരികിൽ 18 മാസം പ്രായമുള്ള കുഞ്ഞുമായി പ്രതി. ദക്ഷിണ ഡൽഹിയിലെ പുൽപ്രഹ്ലാദ്പൂർ പ്രദേശത്താണ് കൊല്ലപ്പെട്ടത്. പൂനം എന്ന യുവതിയാണ്. ഭർത്താവ് സുരേഷാണ് ആ പ്രതി. കുടുംബകലഹത്തെ തുടർന്ന് യുവതിയെ ഈ ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. രാത്രി ഏതാണ്ട് 9:30-ക്കാണ് ഈ പൂനത്തിന്റെ കൊലപാതകം. ചെറിയ ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തലക്കടിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവൾ മരിച്ചു. സംശയമാണ് ഈ കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ അയൽക്കാരൊക്കെ പറയുന്നതനുസരിച്ചാണ് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. അയൽക്കാർ അറിയിച്ചതനുസരിച്ച്. അങ്ങനെ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉടൻ തന്നെ അയാളെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. बिटिया का जो पिताजी हैं वो बाहर लेके खड़े हुए थे और जब हमने देखा तो जहाँ रहते हैं इनके किराएदार वगैरह मकान मालिक वगैरह उनसे मारपीट कर रहे थे। जब हमें पता चला तो इस बिटिया को हमने उससे छीन लिया कि मम्मी को मारा है इसी को। तो मारने के बाद जब हम ऊपर गए लेके बिटिया को, हमने देखा कि इसकी मम्मी को ऑन द स्पॉट खत्म कर दिया है। क्या चीज से मारा? छोटे वाले सिलेंडर से, जो 4.5 किलो का सिलेंडर होता है, उससे ऑन द स्पॉट खत्म कर दिया। सर में मारे थे। ये लोग कितने दिन से यहाँ रह रहे हैं? 1 महीना हो गया नहीं रहते हुए। പോലീസ് എത്തിയപ്പോൾ ഈ വീടിന്റെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. 1 മാസം മുമ്പാണ് ഈ ദമ്പതികൾ ഈ DDA ഹൗസിംഗ് കോംപ്ലക്സ് എന്ന സ്ഥലത്തേക്ക് താമസം മാറുന്നത്. ശനിയാഴ്ച രാത്രി ഒരു നിലവിളി കേട്ടാണ് ഈ അയൽവാസികൾക്ക് ഓടിയെത്തിയത്. അപ്പോൾ അവർ കണ്ട ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പൂനത്തിന്റെ മൃതദേഹം. 1.5 വയസ്സുള്ള കുഞ്ഞിനെ മടിയിലിരുത്തി തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ പ്രതി. മൃതദേഹത്തിന് സമീപവും രക്തം ഇങ്ങനെ വാർന്നു കിടക്കുന്നു. ആ രക്തക്കറ പുരണ്ട സിലിണ്ടറും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ദമ്പതികൾക്ക് 2 കുട്ടികളാണുള്ളത്. ഒരു കുട്ടി മുത്തശ്ശിക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. നിരന്തരം ഇയാൾ ഭാര്യയെ സംശയിച്ചിരുന്നു, വഴക്കിട്ടിരുന്നുവെന്നാണ് അയൽവാസികൾ പോലീസ് നൽകിയ മൊഴി. जैसे हम लोग घूम करके आ रहे थे तो पता चला बहुत भीड़ लगा हुआ था, तो हम लोग पूछे क्या हुआ है, तो कोई बोला ये अपने पत्नी को सिलेंडर से मार दिया है और बहुत गलत हुआ है। बेटी है, बेटा होता तो कैसे भी जिंदगी जी सकता है। बेटियों के दुनिया में अभी कोई नहीं है, कोई कुछ भी नहीं कर सकता है। बहुत गलत हुआ है। हाँ, बहुत गलत हुआ है। उनको छोड़ने की कोई वो नहीं है। आप लोग मत छोड़ो, कोई भी मत छोड़ो। കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്തതാണോ എന്ന കാര്യത്തിൽ ഏതാണല്ലോ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. തലസ്ഥാന നഗരിയെ നടക്കുന്ന ഈ ഗാർഹിക കൊലപാതകങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ അധ്യായമായിട്ടാണ് ഇതിനെ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.